മിഡിൽ ഈസ്റ്റിലുള്ള അറബ് രാജ്യങ്ങളുടെ സൈന്യത്തിന് നമ്മുടെ നാട്ടിലെ ലോക്കൽ രാഷ്ട്രീയ പാർട്ടിയുടെ സൈന്യത്തോട് പോലും ഏറ്റുമുട്ടാനുള്ള ഒരു പാങ്ങില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അവർക്ക് എല്ലാ കാര്യത്തിനും അമേരിക്ക വേണം. എന്തൊരു സൈനിക നടപടിക്കും എന്തൊരു സൈനിക നീക്കത്തിനും അമേരിക്ക ഇല്ലാതെ അവർക്ക് ചലിക്കാൻ പോലും പറ്റില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അമേരിക്കയും ഇസ്രായേലും നടത്തിയ ഒന്നിച്ചുള്ള ഇറാനെതിരെയുള്ള പടനീക്കം ആഗോളതലത്തിൽ ഇറാന്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇറാൻ എന്നത് നിലവിൽ ഒരു പ്രാദേശിക ശക്തി മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി പോലും ഏറ്റുമുട്ടാൻ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട തലത്തിൽ ഇറാന്റെ ആഗോള സ്വാധീനം ഇതിനോടകം തന്നെ വർദ്ധിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വർഷങ്ങളായി എല്ലാ ഭാഗത്തു നിന്നും കനത്ത ഉപരോധങ്ങൾ നേരിട്ടിട്ടും ഇറാൻ എന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയോട് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് ആ രാജ്യത്തിന്റെ ഡെഡിക്കേഷൻ തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്കറിയാം, ഇറാന് സമീപത്തുള്ള മറ്റു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഇത്തരത്തിലുള്ള മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളും ഇതിനോടകം തന്നെ അമേരിക്കക്ക് വഴിപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കീഴടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ചരിത്രത്തിൽ നിന്ന് ഇതിന് അനവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിന് മറ്റൊരു ഉദാഹരണം എന്താന്ന് വെച്ചാൽ, ഏതെങ്കിലും ഇപ്പറഞ്ഞ രാജ്യങ്ങൾ, ഇറാൻ ഒഴികെയുള്ള മിഡിൽ ഈസ്റ്റിലെ ഇപ്പറഞ്ഞ രാജ്യങ്ങൾ ഒന്നും തന്നെ സൈനിക ശക്തികളല്ല എന്നുള്ളതാണ് ഒരു സത്യം. നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികളിലെ യുവനിരയുണ്ടല്ലോ, യുവജന സംഘടനകൾ, അതായത് ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ യുവമോർച്ച, ഡിവൈഎഫ്ഐ, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് എന്നൊക്കെ പറയുന്ന പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, അവരുടെ കയ്യിൽ ആയുധങ്ങൾ നൽകിയിട്ട് മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങളോട് ഏറ്റുമുട്ടു എന്ന് പറഞ്ഞാൽ, ആ സാഹചര്യത്തിൽ പോലും മിഡിൽ ഈസ്റ്റിലുള്ള അറബ് രാജ്യങ്ങളുടെ സൈന്യത്തിന് നമ്മുടെ നാട്ടിലെ ലോക്കൽ രാഷ്ട്രീയ പാർട്ടിയുടെ സൈന്യത്തോട് പോലും ഏറ്റുമുട്ടാനുള്ള ഒരു പാങ്ങില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അവർക്ക് എല്ലാ കാര്യത്തിനും അമേരിക്ക വേണം. എന്തൊരു സൈനിക നടപടിക്കും എന്തൊരു സൈനിക നീക്കത്തിനും അമേരിക്ക ഇല്ലാതെ അവർക്ക് ചലിക്കാൻ പോലും പറ്റില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇതേ സമയം ഇറാന്റെ കാര്യം അങ്ങനെയല്ല. പണ്ട് മുതലേ, അതായത് 1979 ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ സ്ഥാപിക്കപ്പെട്ട അന്നു മുതൽ അമേരിക്കയുമായി കടുത്ത വിരോധത്തിലാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സൈനികമായി സ്വയം പര്യാപ്തത ഇതിനോടകം തന്നെ ഇറാൻ കൈവരിച്ചിട്ടുണ്ട്. അതും നമ്മളൊന്ന് ഓർക്കണം, എല്ലാ മേഖലയിലും, വ്യാപാരത്തില്, ചരക്ക് നീക്കത്തിൽ, അങ്ങനെ തുടങ്ങി സകല മേഖലയിലും ഉപരോധം നേരിട്ടുകൊണ്ടാണ് അവർ ഇത്രയും സ്വയം പര്യാപ്തത കൈവരിച്ചത് എന്നുള്ളത് നമ്മൾ ആരും മറന്നു പോകരുത്. അതൊരു ചെറിയ കാര്യമല്ല. ഇപ്പോഴുള്ള ഈ സൈനിക നീക്കത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരൊറ്റ വെടിയൊച്ച പോലും ഇല്ലാതെ ഇതിനോടകം തന്നെ ഒരു സൈക്കോളജിക്കൽ വിജയം ഇറാന് സ്വന്തമായിട്ടുണ്ട്. അമേരിക്ക മാത്രമല്ല, ലോകത്തിലെ പല പ്രബല രാജ്യങ്ങളും ഇന്ന് ഇറാനെ വീക്ഷിക്കുന്നത് വളരെ ഭയത്തോടെയാണ്. അതിന്റെ കാരണം അവരുടെ ഈ സൈനിക സ്വയം പര്യാപ്തത തന്നെയാണ്. ഒരു പക്ഷേ മിഡിൽ ഈസ്റ്റിലെ ഇസ്രായേൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൈനികപരമായി സ്വയം പര്യാപ്തത നേടിയ ഒരേ ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. മിഡിൽ ഈസ്റ്റിലുള്ള മറ്റുള്ള ഒരു രാജ്യങ്ങൾക്കും സൈനികപരമായ സ്വയം പര്യാപ്തത ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കേവലം അടിമകളാണ്. ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. സൈനികപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ അടിമകൾ തന്നെയാണ്, അമേരിക്കയുടെ അടിമകൾ. അവർക്ക് എന്തൊരു നീക്കത്തിനും അമേരിക്ക വേണം. അതിന് ഏറ്റവും മികച്ചൊരു ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും. ഹൂത്തി റിബൽസിനെതിരെ മിഡിൽ ഈസ്റ്റിലെ അറബ് സഖ്യരാഷ്ട്രങ്ങൾ ഒരു യുദ്ധം പ്രഖ്യാപിച്ചിരുന്നു. 3 മാസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് അവർ യുദ്ധം ചെയ്തത് 7 വർഷത്തോളമാണ്. എന്നിട്ട് പോലും ഹൂത്തികളെ ഇല്ലാതാക്കാൻ അവർക്ക് സാധിച്ചില്ലെന്ന് മാത്രമല്ല, ഈ പറഞ്ഞ രാജ്യങ്ങളിൽ തുടർച്ചയായി ഹൂത്തി റിബൽസ് അറ്റാക്ക് ഉണ്ടാക്കുകയും സാമ്പത്തികപരമായിട്ട് ആ രാജ്യങ്ങളുടെ നടുമുടിക്കുകയും ചെയ്തു. അവസാനം ഗത്യന്തരമില്ലാതെ ഹൂത്തികളുമായി ഇപ്പറഞ്ഞ രാജ്യങ്ങൾ ഒരു കരാറിലെത്തി. നിലവിൽ എന്തായാലും താൽക്കാലികമായി ഹൂത്തികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടുണ്ട്. അത്തരം കേവലം ഹൂത്തികളുമായിട്ട് പോലും പോരാടാൻ കഴിവില്ലാത്ത രാജ്യങ്ങളാണ് ഇപ്പറഞ്ഞ രാജ്യങ്ങളുടെ സൈനികർ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പൊ എത്രത്തോളം ദുർബലമാണ് ആ സൈനിക ശക്തി എന്ന് നമുക്ക് ആലോചിച്ചാൽ തന്നെ മതിയാവും. പല തന്ത്രപരമായ നീക്കങ്ങളിലൂടെയും
ഇറാനെ പല ലോക രാജ്യങ്ങളും ഇതിനോടകം തന്നെ അംഗീകരിക്കാൻ നിർബന്ധിതരായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇറാനെ അകറ്റി നിർത്തിയിരുന്ന പല ലോക രാജ്യങ്ങളും ഇറാനെ ഇതിനോടകം അവരുടെ തന്ത്രപരമായ നീക്കത്തിന്റെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കാൻ മനസ്സ് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ചുരുക്കി പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ കേവലം ഒരു രാജ്യം എന്നതിലുപരി ലോക രാഷ്ട്രീയത്തിലെ നിർണായക സൈനിക ശക്തിയായി ഇറാൻ ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ഇറാന്റെ ഈ മാറ്റം എത്തരത്തിലായിരിക്കും ലോക സമാധാനത്തിനെ ബാധിക്കുക? വൻ ശക്തികൾ ഇറാനെ ശരിക്കും ഭയപ്പെടുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ദയവായി കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുടരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു.